അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൈഫ അൻതും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മദ ഫഹിംതും എന്താണ് നിങ്ങൾ പഠിച്ചത്? ഫഹിംതും അനിസ്സലാമ. അനിസ്സലാമ മദ സലാമ, സേഫ്റ്റി അല്ലേ? സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു കഥ, ഒരു സംഭവ കഥ പോലെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പൊ അതിൽ ഹുനാക സയ്യാറത്തുൽ ഇസ്ആഫ്, ഒരു ആംബുലൻസ് ഉണ്ട്. അത് എവിടേക്ക് പോവുകയായിരുന്നു? ഇലൽ മുസ്തഷ്ഫ, ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. അപ്പൊ ഹുനാക ഫിൽ മഫ്റഖ് മാദാ ഫിൽ മഫ്റഖ്, ആ റൂട്ടില് ഒരു തിരക്കുണ്ടായിരുന്നു അല്ലെ? അന്നേരം ജാഅ ഷുർത്തിയുൽ മുറൂർ വന്നിട്ട് എന്ത് ചെയ്തു? ഹയ്യ തുരീഖ്, ഹയ്യ റോഡൊക്കെ റെഡിയാക്കി. അങ്ങനെ ആശുപത്രി സയ്യാറ എവിടെ എത്തി? ഇലൽ മുസ്തഷ്ഫ, ആശുപത്രിയിലെത്തി. രോഗിയെ ഫി വഹ്ദത്തിൽ ഇനായത്തിൽ ഫായിഖ, എന്താണ്, ICU പ്രവേശിപ്പിച്ചു. ഓക്കെ, അതിനുശേഷം എന്താ നടന്നത്? മദാ ഹദസ ബഅദു, എന്താണ് നടന്നത്? ഇൻദൽ ഖുറൂബ്, അതാ നമുക്ക് ആദ്യം വായിക്കാം. ഇൻദൽ ഖുറൂബി റജഅ അസ്സായിഖു ഇലാ മൻസിലിഹി വകാന മുതഅബ സഅല ഇബ്നുഹു മാജിദ് മാ ബിക യാ ബാബാ الوالد صدمت سيارة بحافلة في المفرق. ماجد: كيف؟ الوالد: تجاوز السائق إشارة المرور الحمراء. تجاوز السائق إشارة المرور الحمراء. هنا ماجد: هل نوقف المركبات عند الضوء الأحمر؟ قال الوالد: طبعا نوقف. ماجد: متى نسير إلى الأمام؟ قال الوالد: يضيء اللون الأصفر أولا فتتهيأ المركبات للسير، ثم يضيء اللون الأحمر فتسير المركبات. بني، سلامتنا في الحفاظ على تعليمات المرور. ഫൈൻ. ഓക്കെ, ഇവിടെ നമ്മുടെ സയ്യാറത്തുൽ ഇസ്ആഫ് അദ്ദേഹത്തിന്റെ കഥ പറയാണ് ബാക്കി. ഇൻദൽ ഖുറൂബ്, ഇൻദൽ മഗ്രിബ്, വൈകുന്നേരം കേട്ടാ, അസ്തമയം, വൈകുന്നേരം. വൈകിട്ടോടുകൂടി رجع السائق رجع إلى منزله إلى بيته, അവന്റെ വീട്ടിലേക്ക് ആദ, മടങ്ങി. وكان متعبا. كيف كان السائق؟ أنه يسوق المركبة في كل وقت, എല്ലാ സമയത്തും ഇങ്ങനെ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് كان متعبا أنه تعب, ആള് വളരെ ടയേർഡായിരുന്നു. അപ്പൊ كيف كان السائق متعب, ആരാണ്? ക്ഷീണിതനാണ്. അന്നേരം സഅല ഇബ്നുഹു മാജിദ്, സഅല ഇബ്നു സായിഖ്, സായിഖിന്റെ മോൻ ചോദിച്ചു. മൻ ഹുവ? മാ ഇസ്മുഹു, അവന്റെ പേരെന്താണ്? ഇസ്മുഹു മാജിദ്. മാജിദ് ചോദിച്ചു, മാ ബിക യാ ബാബാ, മാദാ ഹദസ യാ ബാബാ, ലിമാദാ അൻത തതഅഖർ, എന്തുകൊണ്ടാണ് താങ്കൾ വൈകിയത്? ലിമാദാ അൻത തഅഖർത, എന്റെ വൈകിയത്, താങ്കൾക്ക് എന്ത് പറ്റി? അന്നേരം ഖാല സായിഖ് ഔ ഖാലൽ വാലിദ് പറഞ്ഞത്, സദമത് സയ്യാറ ഹുനാക ഹാദിസത്തുൻ. ഹുനാക ഹാദിസ, എന്താ ഹാദിസ? ഒരു അപകടം ഉണ്ടായി. എന്താണത്? സദമത് സയ്യാറ, ഒരു കാർ ഇടിച്ചു. മാദാ സദമത്? അസ്സയ്യാറത്തു സദമത്, എന്തുമായിട്ട്? ബിമാദാ ബിഹാഫിലത്തിൻ, ഒരു ബസ്സുമായിട്ട് ഇടിച്ചു. ഫിൽ മഫ്റഖ്, ഫി ജംഗ്ഷനില് ഒരു ബസ്സുമായിട്ട് കാർ ഇടിച്ചു. അങ്ങനെ വെറുതെ കാർ ഇടിക്കുവോ? നമ്മുടെ മാജിദിന് സംശയമായിരുന്നു. കാല മാജിദ് പറഞ്ഞു, കൈഫ യാ ബാബ. ഇതുപോലൊരു ഹിവാറൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ വാക്കുകൾ ഒഴിവാക്കിയിട്ട്. വേറെ ഏതെങ്കിലും സംഭവത്തിൽ ഒരാള് വണ്ടി ഓടിച്ചു പോയി, ബസ് ഡ്രൈവർ വണ്ടി ഓടിച്ചു പോയി, വീട്ടിൽ വൈകി എത്തി. അപ്പൊ അവന്റെ ഉമ്മയോട് സംസാരിച്ചു, എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്നൊക്കെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പൊ ഇതേ മോഡലില് ചോദ്യങ്ങൾ ചോദിക്കണം. മനസ്സിലായോ മക്കളെ? അപ്പൊ എന്തുകൊണ്ടാണ് സദമത്ത് ഉണ്ടായത്? എന്തുകൊണ്ടായിരിക്കും?
അല്ലെ? അവിടെ താലീമാത്തുൽ മുറൂർ അല്ലെങ്കിൽ ഇഷാറത്തുൽ മുറൂർ തെറ്റിച്ചിട്ടുണ്ടാവും. എന്താ താലീമാത്തുൽ മുറൂർ? റോഡ് നിയമങ്ങൾ കേട്ടോ. അത് നമുക്ക് വരുന്നുണ്ട്. ഖാലൽ വാലിദ് പറഞ്ഞു, തജാവസ സായിഖ്, സായിഖ് മറികടന്നു. എന്ത്? ഇഷാറത്തൽ മുറൂർ അൽ ഹംറ, റെഡ് സിഗ്നൽ. ഇഷാറത്തൽ മുറൂർ, റെഡ് സിഗ്നൽ മറികടന്നു. അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സാർ ഒരു വീഡിയോ കാണിച്ചു തന്നില്ലേ? റെഡ് സിഗ്നല്, അല്ലൗനുൽ അഹ്മർ, അല്ലൗനുൽ അഖ്ലർ, അല്ലൗനുൽ അൽ അസ്ഫർ, മഞ്ഞ നിറങ്ങൾ. അല്ലേ? അപ്പൊ ഇവിടെ ഇഷാറത്തുൽ മുറൂർ ഹംറ, റെഡ് സിഗ്നൽ മറികടന്നു. അല്ലെ? അപ്പൊ മാതേദുസ്, വേറെ ഭാഗത്തു നിന്ന് വണ്ടികൾ വരും, ആ കാറിന് ഇടിച്ചിട്ടുണ്ടാവും. അല്ലെ? ബസ്സിന് ഇടിച്ചിട്ടുണ്ടാവും. അപ്പൊ മാജിദ് ചോദിച്ചു, മകൻ ചോദിച്ചു, ഹൽ നൂഖിഫുൽ മർക്കബാത്ത്, നമ്മൾ വണ്ടി നിർത്തണല്ലേ എന്ന് ചോദിച്ചു. ഹൽ നൂഖിഫുൽ മർക്കബാത്ത് ഇന്ദൽ അഹ്മർ, റെഡ് സിഗ്നലിന്റെ അപ്പോ നമ്മൾ വണ്ടി നിർത്തണല്ലേ? അല്ലെ? ഇപ്പൊ പരീക്ഷയ്ക്ക് ഉണ്ടാവുന്ന ഒരു ചോദ്യമാണത്. നൂഖിഫുൽ മർക്കബാത്ത് എന്ന് ഇപ്പൊ മാച്ച് ദ ഫോളോയിങ് ചോദിക്കുകയാണെങ്കിൽ നൂഖിഫുൽ മർക്കബാത്ത് ഒരു സൈഡ് ഉണ്ടാവും, അല്ലാഹുൽ അഹ്മർ ഒരു സൈഡ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നൂഖിഫുൽ മർക്കബാത്ത് ഏതിലേക്ക് ചേർക്കണം? അല്ലാഹുൽ അഹ്മർ. അപ്പൊ നൂഖിഫുൽ മർക്കബാത്ത് ഇന്ദൽ അഹ്മർ, ഈ സെന്റൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. നമ്മൾ റെഡ് സിഗ്നലിന്റെ അപ്പോ വണ്ടികൾ നിർത്തണം. അപ്പൊ ചോദിച്ചു, മാജിദ് ചോദിച്ചെന്താ? റെഡ് സിഗ്നലിന്റെ അടുത്ത് നമ്മൾ വണ്ടി നിർത്തണോന്നാ ചോദിച്ചത്. അപ്പൊ ഫഖാല അൽ വാലിദ് പറഞ്ഞത്, തബഅൻ, തീർച്ചയായും നമ്മൾ നിർത്തണം. അലൈനാ അൻ നൂഖിഫൽ മർക്കബാത്ത് ഇന്ദൽ അഹ്മർ, നമ്മൾ റെഡ് സിഗ്നലിന്റെ അപ്പോ വണ്ടി നിർത്തണം. ഖാല മാജിദ്, മതാ നസീറു ഇലൽ അമാം, ഫഇദൻ മതാ നസീറു ഇലൽ അമാം. അപ്പൊ നമ്മൾ എപ്പോഴാണ് നിർത്തിക്കൊണ്ടേയിരുന്നത്? എങ്ങനെ ശരിയാവും? മതാ നസീറു ഇലൽ അമാം, എപ്പോഴാ നമ്മള് വണ്ടി മുമ്പോട്ട് പോകേണ്ടത്? മുമ്പോട്ട് ഫോർവേഡ് പോകേണ്ടത് എപ്പോഴാണ്? അപ്പൊ വാലിദ് പറഞ്ഞു, യുളിഉൽ ലൗനിൽ അസ്ഫർ അവ്വലൻ, യുളിഉൽ ലൗനിൽ അസ്ഫർ അവ്വലൻ, ആദ്യം എന്ത് ചെയ്യും? അൽ ലൗനുൽ അസ്ഫർ വരും. ഏതാ ലൗനുൽ അസ്ഫർ? എന്താണ്? മഞ്ഞ സിഗ്നൽ. അല്ലെ? മഞ്ഞ നിറം തെളിയും. ഫതതഹയ്യഉൽ മർക്കബാത്ത് ലിസ്സൈർ, അല്ലെ? അപ്പോൾ തതഹയ്യ, റെഡിയാകും, അൽ മർക്കബാത്ത്, വണ്ടികൾ, ലിസ്സൈർ. അല്ലെ? അപ്പൊ ഇത് പഠിക്കേണ്ട എന്നാണ് രണ്ടാമത്തെ സെന്റൻസ് ആണ്. എന്ത്? തതഹയ്യഉൽ മർക്കബാത്ത് ലിസ്സൈർ ഇന്ദൽ ലൗനിൽ അസ്ഫർ, മഞ്ഞ നിറം ഉണ്ടാകുമ്പോൾ വണ്ടികൾ റെഡിയാവും. അപ്പൊ അൽ ലൗനിൽ അസ്ഫറിന്റെ സെന്റൻസ് എന്താണ്? തതഹയ്യഉൽ മർക്കബാത്ത് ലിസ്സൈർ, വണ്ടി പോകാൻ വേണ്ടി റെഡിയാവും. സുമ്മ, പിന്നീടോ, യുളിഉൽ ലൗനുൽ അഖ്ലർ, ഗ്രീൻ സിഗ്നൽ തെളിയും. ഫതസീറുൽ മർക്കബാത്ത്, അപ്പൊ എന്ത് ചെയ്യും? വണ്ടികൾ പോകും. അപ്പൊ മൂന്നാമത്തെ സെന്റൻസ് ആയി. അപ്പൊ ആദ്യത്തെ സെന്റൻസ് നൂഖിഫുൽ മർക്കബാത്ത് ഇന്ദൽ അഹ്മർ, രണ്ടാമത്തെ സെന്റൻസ് യുളിഉൽ ലൗനുൽ അസ്ഫർ അവ്വലൻ ഫതതഹയ്യഉ, യുളിഉൽ ലൗനുൽ അസ്ഫർ ഫതതഹയ്യഉൽ മർക്കബാത്ത് ലിസ്സൈർ, രണ്ടാമത്തെ സെന്റൻസ്. മൂന്നാമത്തെ എന്താണ്? യുളിഉൽ ലൗനുൽ അഖ്ലർ ഫതസീറുൽ മർക്കബാത്ത്, എന്താണ്? വണ്ടികൾ തസീർ, പോകും, മുമ്പോട്ട് പോകും. അല്ലെ? അപ്പൊ എന്താണ്? തതഹയ്യഉൽ മർക്കബാത്ത് അൽ ലൗനുൽ അസ്ഫർ, നൂഖിഫുൽ മർക്കബാത്ത് അല്ലാഹുൽ അഹ്മർ, തസീറുൽ മർക്കബാത്ത് അല്ലാഹുൽ അഖ്ലർ. സെന്റൻസുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. സാർ പറഞ്ഞ മനസ്സിലായില്ലേ? നൂഖിഫുൽ മർക്കബാത്ത് അല്ലാഹുൽ അഹ്മർ, തതഹയ്യഉൽ മർക്കബാത്ത് അൽ ലൗനുൽ അസ്ഫർ, തസീറുൽ മർക്കബാത്ത് അല്ലാഹുൽ അഖ്ലർ. ഈ മൂന്ന് സെന്റൻസ്. അപ്പൊ ചുവപ്പ്, പച്ച, മഞ്ഞ, ഈ മൂന്ന് നിറങ്ങൾ. അത് അപ്പൊ എന്ത് സംഭവിക്കുന്നു പഠിച്ചു വയ്ക്കാം. അപ്പൊ ഗ്രീൻ സിഗ്നൽ തെളിയുമ്പോൾ വണ്ടികൾ നീങ്ങും. മുനയ്യ, പൊന്നുമോനെ, സലാമത്തുന, അവർ സേഫ്റ്റി. സലാമത്ത് മതാ, സേഫ്റ്റി. നമ്മുടെ സേഫ്റ്റി എപ്പോഴാണ്? ഫിൽ ഹിഫാദ്, അല്ല, നമ്മൾ പാലിക്കുമ്പോഴാണ്. എന്ത്? തഅലീമാത്തുൽ മുറൂർ, റോഡ് നിയമങ്ങൾ പാലിക്കുമ്പോഴാണ്. തഅലീമാത്തുൽ മുറൂർ എന്ന് പറഞ്ഞാൽ റോഡ് നിയമങ്ങൾ കേട്ടോ. ഇഷാറത്തുൽ മുറൂർ പോലെ തന്നെ ഇപ്പൊ റോഡ് നിയമങ്ങൾ പാലിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ? സലാമത്ത് ഉണ്ടാവുള്ളൂ എന്ന് ആര് പറഞ്ഞു? വാലിദ് പറഞ്ഞു. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ റോഡ് നിയമങ്ങള്? അല്ലെ? അപ്പൊ ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. കണ്ടോ? ഇവിടെ റെഡ് സിഗ്നല്, ഗ്രീൻ. കണ്ടോ? ഇവിടെ ഗ്രീൻ, ഇതിൽ വണ്ടികൾ പോകാൻ റെഡി ആവുന്നു, ഇവിടെ വണ്ടികൾ നിർത്തുന്നു, ഇത് വണ്ടി പോകുന്നു. കണ്ടോ സിഗ്നല്?
നമുക്ക് ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. എന്താ നോക്കുക? ഒന്നാമത്തെ, ഇല ഐന അസ്റഅത്തി സയ്യാറത്തുൽ ഇസ്ആഫ. എന്താണ്? ആംബുലൻസ് സ്പീഡിൽ പോയത് എവിടേക്കാണ്? നമ്മുടെ പാഠഭാഗത്തിൽ അതിന്റെ ഉത്തരവുണ്ട്. എവിടെയെന്ന് പറയൂ? എവിടെയെന്ന് പറയൂ? അസ്റഅത്ത് എന്ന വാക്ക് കണ്ടതാണ് അല്ലേ? അസ്റഅത്ത് സയ്യാറത്തുൽ ഇസ്ആഫ് നഹ്വൽ മുസ്തഷ്ഫ. ഇതാണ് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്. ശരിയല്ലേ? അടുത്തതോ? അടുത്ത ചോദ്യം, മാതാ യഷ്കുൽ മരീദ്. രോഗി എന്താണ് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ രോഗി എന്തിനാണ് നിലവിളിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് പരാതി പറയുന്നത്? എന്തിനാണ്? യഷ്കു എന്ന വാക്ക് നമ്മൾ കണ്ടുപിടിക്കണം. എവിടെയാ? യഷ്കു അൽ മരീദ് മിൻ അലമിൻ ഷദീദ് എന്ന ഉത്തരം നമ്മൾ എഴുതണം. കേട്ടോ, ഉത്തരം ബുക്കിൽ തന്നെ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. പിന്നെയോ, അടുത്ത ചോദ്യം, മാതാ സമിയ ഷുർത്തിയുൽ മുറൂർ. ഷുർത്തിയുൽ മുറൂർ എന്താണ് കേട്ടത്? ഷുർത്തിയുൽ മുറൂർ എന്താണ് കേട്ടത്? പറയും. സമിയ ഷുർത്തിയുൽ മുറൂർ എന്ന് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട് നമ്മുടെ പാഠഭാഗത്തിൽ. അതെ, സമിയ ഷുർത്തിയുൽ മുറൂർ അൽബൂഖ്. സൈറനാണ് കേട്ടത് അല്ല മക്കളെ? സൈറനാണ് കേട്ടത്. അതാണ് ഉത്തരം. അടുത്തത്, മതാ റജഅ സായിഖ് ഇലാ മൻസിലിഹി. എപ്പോഴാണ് സായിഖ് തന്റെ വീട്ടിലേക്ക് മടങ്ങിയത്? എപ്പോഴാണ് മതാ റജഅ സായിഖ്? റജഅ സായിഖ് ഇലാ മൻസിലിഹി ഇൻദൽ ഖുറൂബ്. എങ്ങനെ കൊടുക്കണം? ഇൻദൽ ഖുറൂബി റജഅ സായിഖ് ഇലാ മൻസിലിഹി. എളുപ്പമല്ലേ? ഓക്കെ, അതാണ് ഇതിന് ഉത്തരം വരിക. പിന്നെ ഉള്ളത്, മാതാ ഫഅല ഷുർത്തിയുൽ മുറൂർ. ഷുർത്തിയുൽ മുറൂർ എന്താണ് ചെയ്തത്? അല്ലെ, ബുക്ക് കേട്ട് മഫറത്തിലേക്ക് വന്നപ്പോ അയാൾ എന്താ ചെയ്തത്? അന്നഹു ഹയ്യ, അല്ലെ, തഹയ്യ, അന്നഹു ഹയ്യ തുരീഖ്. വഴിയെല്ലാം റെഡിയാക്കി അല്ലെ. ദഹബ മുസ്രിഅൻ നഹവ സയ്യാറ വഹയ്യ തുരീഖ്. ഇത്രയും വേണം എഴുതാം കേട്ടോ. ദഹബ മുസ്രിഅൻ നഹവ സയ്യാറ വഹയ്യ തുരീഖ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ? ഇനി ഇവിടെ കുറെ ഇഷാറത്തുൽ മുറൂറുകൾ ഉണ്ട്. അതിന്റെ പേരും സംഭവങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇതൊക്കെ ഈ സിഗ്നൽ തന്നിട്ട് പരീക്ഷയ്ക്ക് മാച്ച് ചെയ്യാനൊക്കെ ഉണ്ടാവും കേട്ടോ. അൽ മദ്രസ, സ്കൂളിന്റെ സിഗ്നലിലേത്? ദി സ്റ്റോപ്പ്. സ്റ്റോപ്പിന് നമ്മൾ എന്ത് പറയുന്നു? ഖിഫ്. ഖിഫ് അല്ലെ? ഖിഫ്, നിൽക്കണം. എപ്പോ? ഇൻദൽ അഹ്മർ, റെഡ് സിഗ്നൽ വരുമ്പോ അല്ലെ. പിന്നെ മൗഖിഫ്, ഇത് കണ്ടിട്ടുണ്ടോ? ഇത് പാർക്കിംഗ് അല്ലെ. മൗഖിഫ് എന്ന് വെച്ചാല്, മൗഖിഫ് എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡ്, സ്റ്റാൻഡ് എന്ന് പറഞ്ഞ പോലെ അല്ലെ, അല്ലെങ്കിൽ പാർക്കിംഗ് എന്നൊക്കെ പറയാം കേട്ടോ. മൗഖിഫ്, പാർക്കിംഗ് അല്ലെങ്കിൽ സ്റ്റാൻഡ്. മൗഖിഫുൽ ഹാഫില എന്ന് പറയാം ബസ് സ്റ്റാൻഡിന് കേട്ടോ. പിന്നെ മഅബറുൽ മുഷാത്ത്. മഅബറുൽ മുഷാത്ത് ഹദ സീബ്ര ക്രോസിംഗ് അല്ലെ. മഅബറുൽ മുഷാത്ത്, സീബ്ര ക്രോസിംഗ് അല്ലെങ്കിൽ ആളുകളുടെ നടപ്പാത. പിന്നെ മഹ്തത്തുൽ പെട്രോൾ. മഹത്തത്തുൽ പെട്രോൾ, പെട്രോൾ സ്റ്റേഷൻ. കണ്ടിട്ടില്ലേ? പെട്രോൾ സ്റ്റേഷൻ, കുറച്ച് മുമ്പിൽ പെട്രോൾ സ്റ്റേഷൻ നിൽക്കുന്നുണ്ട്, നിങ്ങൾ റോഡിൽ വണ്ടി പോകുമ്പോൾ കണ്ടാവും. പിന്നെ മഫ്റഖ്. മഫ്റഖ് മഫ്റഖ് നമ്മളെ ജംഗ്ഷൻ അഹഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും റോഡിൽ. ഇതുപോലെ വേറെയും കുറച്ച് സംഭവങ്ങളിൽ സാർ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതെന്താ ഇങ്ങനെ 35, 40, 60 എന്നൊക്കെ റോഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിന്റെ ആശയം എന്താണ്? തഹ്ദീദ് സുറഅ, എന്താ മക്കളെ? വേഗത നിയന്ത്രിക്കാൻ. തഹ്ദീദു അസ്സുറഅ. പിന്നെ നേരത്തെ നമ്മള് മൗഖിഫ് കണ്ടില്ലേ? മൗഖിഫിന്റെ അതിന്റെ മംനൂൽ മൗഖിഫ് അല്ലെങ്കിൽ മംനൂൽ വുഖൂഫ്, നോ പാർക്കിംഗ്. ഇതൊന്നും കണ്ടിട്ടില്ലേ? മംനൂൽ വുഖൂഫ്. പിന്നെ റൈറ്റിലേക്ക് റോഡ്, മുൻആതഫുൻ യമീനി, റൈറ്റിലേക്ക് റോഡുണ്ട് അല്ലെ. റൈറ്റിലേക്ക് റോഡുണ്ട് എന്ന് പറയാണ് വലതുവശത്ത് ചരിവുണ്ട്, അല്ലെങ്കിൽ വലതുവശത്തേക്ക് തിരിയുന്നു എന്നർത്ഥം. മനസ്സിലായോ? വലതുവശത്തേക്ക് റോഡുണ്ട്. പിന്നെ മംനൂഉ മുറൂർ ഷാഹിനാത്ത്. ഇതെന്താ? ഷാഹിനാത്ത് ലോറി അല്ലെ. മംനൂഉ മുറൂർ ഷാഹിനാത്ത് എന്താണ്? നോ ഹെവി വെഹിക്കിൾ, നോ എൻട്രി ഫോർ ഹെവി വെഹിക്കിൾ എന്നാണ്. വലിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. പിന്നെ മംനൂ മുറൂർ ആലാത്തി തംബീഹ്. ഇതെന്താണ്? നോ ഹോൺ. ഇംഗ്ലീഷ് കേട്ട് നോ ഹോൺ, ഹോൺ പാടില്ല
എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ യഹ്ദർ, എന്താ യഹ്ദർ? ഇവിടെ ഇങ്ങനെ ഈ ചിഹ്നം കണ്ട ബിവെയർ, ശ്രദ്ധിക്കുക, പോകുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാണ് യഹ്ദർ. പിന്നെ സിക്കത്തുൻ ഹദീദിയ, ഇതെന്താണ്? റെയിൽവേ ക്രോസ് അല്ലെ, സിക്കത്തുൻ ഹദീദിയ, റെയിൽവേ അല്ലെങ്കിൽ പാളം, റെയിൽവേ പാളം. പിന്നെ മംനൂഅ മുറൂറുൽ മുഷാത്ത്, നോ എന്താണ്, നടപ്പാതയില്ല അല്ലെങ്കിൽ നടയാത്രക്കാർക്ക് പ്രവേശനമില്ല, നോ എൻട്രി ഫോർ പെഡസ്ട്രിയൻ എന്നാണ് കേട്ടോ. മംനൂഅ മുറൂറുൽ മുഷാത്ത്. പിന്നെ ഇത് നമ്മൾ കണ്ടു പുസ്തകത്തിലെ മദ്രസ. ഓക്കെ അല്ലേ? ഇനി സാറ് വേറൊന്ന് കാണിച്ചു തരാം. ഇത് നോക്കൂ, ഇവിടെ എന്ത് വരും അപ്പം? നമ്മളിപ്പോ കുറെ കണ്ടതാണ്, ഇപ്പൊ നേരത്തെ കണ്ടതാണ്. മുനാത്തിഫുൻ യമീനി എന്നാണ്, ഇത് ഇടത്തോട്ടാണ്. അപ്പൊ മുനാത്തിഫുൻ യസാരി എന്നാ വരും ഇവിടെ, മുനാത്തഫ് യസാരി. പിന്നെ ഇതെന്ത് വരും? ഇത് നമ്മുടെ സിഗ്നൽ. അതിന് നമ്മൾ ഒരു വാക്ക് പഠിച്ചിട്ടില്ലേ? ഇഷാറത്തുൽ മുറൂർ. ഇഷാറത്തുൽ മുറൂർ പഠിച്ച വാക്കാണ്, എഴുതി കാണിക്കുന്നില്ല. പിന്നെയോ ഇതോ, ഇത് മുനാത്തഫുൻ യസാരി, ഇത് ഇഷാറത്തുൽ മുറൂർ. ഇതോ റോഡ് കടന്നു പോകണ ഒരു വാക്ക് നമ്മൾ പറഞ്ഞില്ലേ, മഅബറുൽ മുഷാത്ത് അല്ലെ. പിന്നെ ഇതോ, ഇത് ബസ് പോകണം. അപ്പൊ മംനൂഅ മുറൂറിൽ മംനൂഅ മുറൂർ ഷാഹിനാത്ത് എന്ന് നേരത്തെ വന്നില്ലേ? ഇവിടെ ഇവിടെ തന്നെ ഉണ്ട്. ഇതില് എന്താ? മംനൂഅ മുറൂർ ഷാഹിനാത്ത് എന്നുണ്ട്. അപ്പൊ ഇവിടെ ഷാഹിനാത്ത് മാറ്റിയിട്ട് എന്താക്കണം? മംനൂഅ മുറൂറിൽ ഹാഫിലാത്ത് എന്നാക്കണം. മംനൂഅ മുറൂറിൽ ഹാഫിലാത്ത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് നമുക്ക് പരീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.